ആളുകൾക്കിടയിൽ പോക്സോ കേസിലെ പല കാര്യങ്ങളെക്കുറിച്ചും ഇന്നും തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, പോക്സോ എന്നുള്ളത് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നയമാണ്. 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്കെതിരെ സെക്ഷൽ അബ്യൂസ് സംഭവിച്ചാലും പോക്സോ നിയമത്തിന് താഴെയാണ് അത് വരുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് പെൺകുട്ടികൾക്കെതിരെയാണ് ഈ ഒഫൻസ് നടക്കുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടികളാണ് കൂടുതലായിട്ട് വിക്ടിംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പോക്സോ കേസ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതെന്നുള്ളത് തെറ്റിദ്ധരിക്കുന്നുള്ളതുകൊണ്ടാണ് ആദ്യം തന്നെ ഞാൻ പറയുന്നത് അത് ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു നയമാണെന്നുള്ളത്. പിന്നെ ഈയിടെയായിട്ട് നിങ്ങൾ കണ്ടു കാണും, പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള ഒരു പയ്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരാൾ കരയുന്ന ഒരു വീഡിയോ. ആ പയ്യന്റെ ജീവിതം പോയില്ല, അത് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കരയുന്നത്. ഒരാൾ തെറ്റ് ചെയ്തിട്ട് പിന്നെ ശിക്ഷ കൊടുക്കാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ മാറ്റാനാണെങ്കിൽ അതിനെതിരെ സമരം ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. തെറ്റുകൾ ചെയ്യുന്നവരെ 2 മണിക്കൂർ കരയുകയാണെങ്കിൽ അവരെ വെറുതെ വിടുന്ന നിയമ പദ്ധതികളൊക്കെ ഇനി കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ കൊണ്ടുവരാണെങ്കിൽ പുള്ളിക്കൊരു വളരെ വലിയ വിജയമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ പോക്സോ കേസിൽ പെട്ടവരെ പിടിച്ച് സപ്പോർട്ട് ചെയ്ത് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരെ ബോധവൽക്കരിക്കുക, അല്ലെങ്കിൽ ആ തെറ്റ് ഇനി നടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബാക്കിയുള്ള ആളുകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 18 വയസ്സിന് താഴെയുള്ള ഒരാളുടെ കൺസെന്റിനെ വാലിഡായിട്ട് ഇന്ത്യൻ നിയമം പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെ കൺസിഡർ ചെയ്യുന്നില്ല എപ്പോഴും എന്നുള്ളതാണ്. കാരണം അത് മാനിപ്പുലേറ്റീവ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത കൺസെന്റ് ആയിരിക്കാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. എനിക്ക് നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കല്യാണം കഴിക്കാമല്ലോ പിന്നെന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും കൺസെന്റ് നേടിയെടുക്കുന്നത്. അപ്പോൾ ഒരു മാനിപ്പുലേഷനിലൂടെ നേടിയെടുക്കുന്ന ഈ കൺസെന്റിനെ വാലിഡായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ 18 വയസ്സിന് താഴെയുള്ള ആളുകളുടെ സെക്ഷൽ കൺസെന്റിനെ കൺസെന്റായിട്ട് കൺസിഡർ ചെയ്യില്ല ഇന്ത്യൻ നിയമത്തിൽ. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇനി ഇവിടുത്തെ ചെറുപ്പക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കാമുകി 18 വയസ്സിന് താഴെയുള്ള കാമുകി നിങ്ങളെ വിളിച്ചിട്ട് സെക്സ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അവരോട് പറയണം, ഞാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നിയമത്തിൽ ഇല്ലീഗലാണെന്ന് പറയുന്ന ഈ കാര്യം ചെയ്യാൻ ഞാൻ റെഡിയല്ല എന്ന് പറയാം. അപ്പോൾ അവൾ ചിലപ്പോൾ ചോദിക്കാം, നീയൊക്കെ ഒരു ആൺകുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയാം, മണ്ടത്തരം കാണിച്ചിട്ടല്ല ആണത്തം തെളിയിക്കുന്നുണ്ട് എന്നുള്ള ബോധം എനിക്കുണ്ട് എന്ന് തിരിച്ചു പറയാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ മണ്ടത്തരം അല്ലെങ്കിൽ ഈ തെറ്റ് നിങ്ങൾ പോയി ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, ഒരു പക്ഷേ അന്നോ അതിന് പിറ്റേ ദിവസമൊന്നും കേസ് കൊടുക്കില്ലായിരിക്കാം. ആ കുട്ടിക്ക് ഒരു പക്വത വെച്ച് തന്നെ സെക്ഷലി യൂസ് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ ബോധം വെക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ അത് പുറത്തോട്ട് പറയാൻ ധൈര്യം വരുന്ന കാലത്തായിരിക്കും ഇത് കേസ് കൊടുക്കുക. അന്നൊരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഒരു കുടുംബവും അല്ലെങ്കിൽ ഒരു ഭാര്യയും കുട്ടിയൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതം അങ്ങോട്ട് തീർന്നു കിട്ടും. അവൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ചിട്ടാണ് ഞാൻ കൊടുത്തത് എന്നൊന്നും പറഞ്ഞാൽ ഇവിടെ വാലിഡ് ആയിട്ട് അത് കൺസിഡർ ചെയ്യില്ല. ഇതിൽ ഒഫൻസ് ചെയ്തിട്ടുള്ള ആൺകുട്ടി 18 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കേസ് വരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ ജുവനൽ ഹോമിൽ അയക്കും. ഒരു 18 വയസ്സ് വരെ ജുവനൽ ഹോമിൽ നിർത്തിയതിന് ശേഷം പിന്നീട് നിങ്ങളെ ജയിലിലോട്ടും വിടും. അങ്ങനെ നിങ്ങളുടെ ജീവിതം എന്തായാലും കൊള്ളാം. അപ്പോൾ എന്തിനാണ് നിങ്ങൾ തെറ്റ് ചെയ്യേണ്ട ആവശ്യം? എൻ്റെ ആവശ്യമൊന്നുമില്ല. ജീവിതം വെറുതെ കൊള്ളാക്കണ്ടല്ലോ, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. നല്ല രീതിക്ക് ലീഗലായിട്ട് ഇന്ത്യയിൽ നിൽക്കണമെങ്കിൽ ഇന്ത്യൻ ലീഗലി നമുക്ക് പോവാം. ഇനി നിങ്ങൾക്ക് 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ സെക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കുന്ന പല രാജ്യങ്ങളുണ്ട്. അവിടോട്ട് പോകുക, അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുക്കാം. അല്ലാതെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നിങ്ങളത് ചെയ്യരുത്. അപ്പോൾ നന്ദി, നമസ്കാരം.